നമസ്കാരം. ക്രാക്ക് JRFൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിരൂപണ ചോദ്യങ്ങളിൽ ഉണ്ടായിരുന്ന തുടർച്ചയായിട്ടുള്ള ചോദ്യങ്ങളാണ് നൽകുന്നത്. ഒന്നാമത്തെ ചോദ്യം, അവനവനിൽ നിന്ന് അവളിലേക്ക് ഇന്ദു മേനോൻ്റെ കഥകൾക്ക് ഈ പേരിൽ പഠനം എഴുതിയത് ആര്? സച്ചിദാനന്ദൻ, സാറ ജോസഫ്, KEN, P ഗീത. ഉത്തരം KEN ആണ്. അടുത്ത ചോദ്യം, ആധുനികോത്തര നിരൂപണത്തിൻ്റെ പ്രധാന പ്രമേയങ്ങൾ കാണിക്കുന്ന ഗണം ഏത്? ആധുനികതാ വിമർശനം, യഥാതഥ്യം, കാൽപ്പനികത, ബിംബപ്രാധാന്യം, പരിസ്ഥിതിവാദം, യഥാതഥ്യം, പരിസ്ഥിതിവാദം, ദലിത്വാദം, സ്ത്രീവാദം, സ്ത്രീവാദം, കാൽപ്പനികത, പരിസ്ഥിതിവാദം. ആധുനികോത്തര നിരൂപണത്തിൻ്റെ പ്രധാന പ്രമേയങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും റീസെൻ്റായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് വരിക. ഉത്തരം വരുന്നത് പരിസ്ഥിതിവാദം, ദലിത്വാദം, സ്ത്രീവാദം എന്നിങ്ങനെയാണ്. ചേരുംപടിയാണ് അടുത്ത ചോദ്യം. രോഗത്തിൻ്റെ പൂക്കൾ, ചോപിക്കുന്നവരുടെ സുവിശേഷം, ഭാവുകത്വം മാറുന്നു, അവസ്ഥയും ആഖ്യാനവും. പട്ടിക 2 നരേന്ദ്രപ്രസാദ്, V രാജകൃഷ്ണൻ, R വിശ്വനാഥൻ, പ്രസന്നരാജൻ, KP അപ്പൻ. ഉത്തരം രോഗത്തിൻ്റെ പൂക്കൾ എഴുതിയത് V രാജകൃഷ്ണനാണ്. ശോഭിക്കുന്നവരുടെ സുവിശേഷം KP അപ്പൻ. ഭാവുകത്വം മാറുന്നു നരേന്ദ്രപ്രസാദ്. അവസ്ഥയും ആഖ്യാനവും R വിശ്വനാഥൻ. ഇതിനകത്തൊരു പ്രസന്നരാജൻ എന്ന് പറഞ്ഞ പേരുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതി ലീലാകാവ്യം വീണ്ടും പരിശോധിപ്പിക്കുമ്പോൾ എന്നതാണ്. ലീലാകാവ്യം വീണ്ടും പരിശോധിക്കുമ്പോൾ എന്നുള്ളത് പ്രസന്നരാജൻ്റെ കൃതിയാണ്. അടുത്ത ചോദ്യം, കുഞ്ചൻ നമ്പ്യാർ വാക്കും സമൂഹവും എന്ന പുസ്തകം ആരുടെ സങ്കല്പത്തെയാണ് അവലംബിച്ചിരിക്കുന്നത്? ഒരുപാട് തവണ ആവർത്തിച്ച ചോദ്യമാണ്. കുഞ്ചൻ നമ്പ്യാർ വാക്കും സമൂഹവും. സൊസ്യൂർ, ബെക്തിൻ, ലെക്കാൻ, റോമൻ ജാക്കോബ്സൺ. ഇതിൻ്റെ ഉത്തരം മിഖായേൽ ബെക്തിനാണ്. ബെക്തിൻ്റെ കാർണിവൽ സിദ്ധാന്തമാണ് കുഞ്ചൻ നമ്പ്യാർ വാക്കു സമൂഹവും എന്ന പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, നിരൂപകൻ ഒരു അമ്പയറാണ്. ഇടയ്ക്കിടെ അയാൾ ഫൗൾ എന്ന് വിളിച്ചു പറയും. ഈ പ്രസ്താവന ഏത് നിരൂപകൻ്റേതാണ്? MN വിജയൻ, PK രാജശേഖരൻ, KM നരേന്ദ്രൻ, S ഗുപ്തൻ നായർ. ഉത്തരം S ഗുപ്തൻ നായരാണ്. S ഗുപ്തൻ നായരുടെ അഭിപ്രായമാണ് ഇപ്പോൾ കേട്ടത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗുപ്തൻ നായരുടെ കൃതികൾ ഏതെല്ലാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സൃഷ്ടിയും സൃഷ്ടാവും, ഇസങ്ങൾക്കിപ്പുറം. ഓപ്ഷൻ B അസ്ഥിയുടെ പൂക്കൾ, ഇസങ്ങൾക്കപ്പുറം. ഓപ്ഷൻ C അസ്ഥിയുടെ പൂക്കൾ, ഇസങ്ങൾക്കിപ്പുറം. ഓപ്ഷൻ D ഇസങ്ങൾക്കപ്പുറം, വിചാര വിപ്ലവം. ഉത്തരം വരുന്നത് 2 ആണ്. അസ്ഥിയുടെ പൂക്കൾ, ഇസങ്ങൾക്കപ്പുറം. ഇസങ്ങൾക്കിപ്പുറം എഴുതിയിരിക്കുന്നത് P ഗോവിന്ദപിള്ളയാണ്. വിചാര വിപ്ലവം എഴുതിയിരിക്കുന്നത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ്. ഉത്തരം വരുന്നത് അസ്ഥിയുടെ പൂക്കൾ, ഇസങ്ങൾക്കപ്പുറം എന്നിവയാണ്. ഈ ചോദ്യത്തിൽ ഇസങ്ങൾക്കപ്പുറം, ഇസങ്ങൾക്കിപ്പുറം സ്ഥിരമായി പരീക്ഷയിൽ കാണുന്ന ചോദ്യമാണ്. അതുകൊണ്ട് അതും പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. CV കൃതികൾക്ക് ശൈലീ വിജ്ഞാനീയ അടിത്തറയിലുണ്ടായ പഠനം. പ്രതിപാത്രം ഭാഷണഭേദം, ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല, മൗനം തേടുന്ന വാക്ക്, മറുതിര കാത്തു നിന്നപ്പോൾ. ഉത്തരം പ്രതിപാത്രം ഭാഷണഭേദമാണ്. N കൃഷ്ണപിള്ളയാണ് പ്രതിപാത്രം ഭാഷണഭേദം എഴുതിയിട്ടുള്ളത്. ശൈലീ വിജ്ഞാനീയ അടിത്തറയിലാണ് പഠനം നടത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം ചേരുംപടിയാണ്. പട്ടിക 1 P പവിത്രൻ, പ്രസന്നരാജൻ, നിത്യചൈതന്യയതി, കരിമ്പുഴ രാമകൃഷ്ണൻ. പട്ടിക 2 ലീലാകാവ്യം വീണ്ടും പരിശോധിക്കുമ്പോൾ, ആശാൻ കവിത ആധുനികാനന്തര പാഠങ്ങൾ, ആശാൻ്റെ ലീല, നളിനി എന്ന കാവ്യശില്പം, ആശാൻ നവോത്ഥാനത്തിൻ്റെ കവി. കുറച്ചു മുൻപ് നമ്മൾ ഇതിനകത്ത് പ്രസന്നരാജൻ്റെ കൃതി പറഞ്ഞിരുന്നു. ലീലാകാവ്യം വീണ്ടും പരിശോധിക്കുമ്പോൾ എന്നുള്ള കൃതി പ്രസന്നരാജൻ്റേതാണ്. P പവിത്രൻ്റെ കൃതിയാണ് ആശാൻ കവിത ആധുനികാനന്തര പാഠങ്ങൾ.
നിത്യചൈതന്യയതിയുടെ കൃതി നളിനി എന്ന കാവ്യശില്പം. കരിമ്പുഴ രാമകൃഷ്ണൻ്റെ കൃതി ആശാൻ്റെ ലീല. തായാട്ട് ശങ്കരൻ്റേതായിട്ട് വരുന്നത് ആശാൻ നവോത്ഥാനത്തിൻ്റെ കവി എന്നുള്ളതാണ്. ഇവിടെ നൽകിയിരിക്കുന്നതെല്ലാം കുമാരനാശാൻ്റെ കുറിച്ചുള്ള പഠനങ്ങളാണ്. അതുകൊണ്ടാണ് തായാട്ട് ശങ്കരൻ ആശാൻ നവോത്ഥാനത്തിൻ്റെ കവി എന്നുള്ളതായിരിക്കാം. ഇവിടെ ഓപ്ഷൻ നൽകിയിട്ടില്ലെങ്കിലും പിന്നീട് ഒരിക്കൽ വരികയാണെങ്കിൽ അങ്ങനെ ആയിരിക്കാമെന്ന് പറഞ്ഞത്. അടുത്ത ചോദ്യം, ആധുനികാനന്തര കഥ വ്യവസ്ഥാപിതമായ ധാർമ്മിക വ്യവസ്ഥകളെ പൂർണ്ണമായും നിരാകരിക്കുന്നില്ല, സാധാരണ ജീവിത അനുഭവങ്ങൾ ആവിഷ്കരിക്കുന്നില്ല, ശരീരം എഴുത്തിൻ്റെ ഒരു കേന്ദ്ര വിഷയമാകുന്നു, ദലിത് സ്ത്രീ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. ആധുനികാനന്തര കഥ എങ്ങനെ എന്നുള്ളതാണ് ചോദ്യം. വ്യവസ്ഥാപിതമായ ധാർമ്മിക വ്യവസ്ഥകളെ പൂർണ്ണമായും നിരാകരിക്കുന്നില്ല എന്നുള്ളത് ശരിയാണോ? സാധാരണ ജീവിതാനുഭവങ്ങൾ ആവിഷ്കരിക്കുന്നില്ല എന്നുള്ളത് ശരിയാണോ? ശരീരം എഴുത്തിൻ്റെ ഒരു കേന്ദ്ര വിഷയമാകുന്നു എന്നുള്ളത് ശരിയാണോ? ഒരു ഓപ്ഷനും കൂടിയുണ്ട്, ദലിത് സ്ത്രീ പരിസ്ഥിതി വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നു എന്നുള്ളത്. ഇവിടെ ഉത്തരം വരുന്നത് ദലിത് സ്ത്രീ പരിസ്ഥിതി വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നു, ശരീരം എഴുത്തിൻ്റെ ഒരു കേന്ദ്ര വിഷയമാകുന്നു എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, പിതൃഘടികാരം എന്ന കൃതി നോവൽ, പഠനം, ചെറുകഥ, വിവർത്തനം. ഉത്തരം പഠനമാണ്. OV വിജയൻ്റെ കൃതികളെക്കുറിച്ച് PK രാജശേഖരൻ നടത്തിയിട്ടുള്ള പഠനമാണ് പിതൃഘടികാരം എന്നുള്ള പേരിലുള്ള പുസ്തകമായിരിക്കുന്നത്. അടുത്ത ചോദ്യം, തങ്ങളുടെ ഭാഷ നിലനിൽക്കുന്നിടത്തോളം കാലം കേരളീയർ ഏറ്റവും അധികമായി ഓമനിക്കാനിടയുള്ള 2 കവികൾ മാത്രമേ ഇന്നുവരെ ഈ മണ്ണിൽ ജനിച്ചിട്ടുള്ളൂ എന്ന് കേസരി ബാലകൃഷ്ണപിള്ള പ്രസ്താവിക്കുന്നത് ഏത് കവികളെ പറ്റിയാണ്? എഴുത്തച്ഛനും കുമാരനാശാനും കെടാമംഗലം പപ്പുക്കുട്ടിയും, കുഞ്ചൻ നമ്പ്യാരും ചങ്ങമ്പുഴയും, എഴുത്തച്ഛനും കുഞ്ചൻ നമ്പ്യാരും. ഉത്തരം കുഞ്ചൻ നമ്പ്യാരും ചങ്ങമ്പുഴയുമാണ്. ഇങ്ങനെ പ്രസ്താവന നടത്തിയിരിക്കുന്നത് കേസരിയാണ്. അതും ഒരു ചോദ്യമാണ്. തങ്ങളുടെ ഭാഷ നിലനിൽക്കുന്നിടത്തോളം കാലം കേരളീയർ ഏറ്റവും അധികമായി ഓമനിക്കാനിടയുള്ള 2 കവികൾ മാത്രമേ ഇന്നുവരെ ഈ മണ്ണിൽ ജനിച്ചിട്ടുള്ളൂ എന്ന് ആണ് കേസരി കുഞ്ചൻ നമ്പ്യാരെയും ചങ്ങമ്പുഴയെയും കുറിച്ച് പറയുന്നത്. അടുത്ത ചോദ്യം, നോവലിൻ്റെ പരിണാമ ചരിത്രത്തിൽ ഭക്തിൻ ചൂണ്ടിക്കാണിക്കുന്ന 2 അടിസ്ഥാന വ്യത്യാസങ്ങളാണ് സ്ഥലകാലങ്ങളോടുള്ള മനോഭാവങ്ങൾ, ഭാഷയോടുള്ള മനോഭാവങ്ങൾ, പ്രമേയ വൈവിധ്യങ്ങൾ. ഉത്തരം സ്ഥലകാലങ്ങളോടുള്ള മനോഭാവങ്ങളും ഭാഷയോടുള്ള മനോഭാവങ്ങളുമാണ്. മിഖായൽ ബെഖ്തിൻ്റെ കാർണിവൽ സിദ്ധാന്തം അനുസരിച്ച് എഴുതിയ കൃതിയാണ് കുഞ്ചൻ നമ്പ്യാർ വാക്കും സമൂഹവും. വിമർശന ഗ്രന്ഥങ്ങൾ മാത്രം ഉൾപ്പെടുന്ന ഗണത്തിൽ ഓപ്ഷൻ എ ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല, മാനദണ്ഡം, ജീവിതത്തിൻ്റെ പുസ്തകം. ഓപ്ഷൻ ബി പ്രയാണം, ദൈവത്തിൻ്റെ വികൃതികൾ, ദന്തഗോപുരത്തിലേക്ക് വീണ്ടും. ഓപ്ഷൻ സി രാജാങ്കണം, നിണമണിഞ്ഞ കാൽപ്പാടുകൾ, ഛത്രവും ചാമരവും. ഓപ്ഷൻ ഡി അന്ധനായ ദൈവം, മരുഭൂമികൾ പൂക്കുമ്പോൾ, അപ്പുവിൻ്റെ അന്വേഷണം. ഇവിടെ നോക്കൂ, ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല എന്നുള്ള CV കൃതികൾക്കുണ്ടായിട്ടുള്ള നിരൂപണമാണ്. നിരൂപണം എന്നല്ല, അതിനെ സംഭാഷണങ്ങളൊക്കെ എടുത്തു വെച്ച് പഠിച്ചിരിക്കുന്ന കൃതിയാണ്. മാനദണ്ഡം എന്നുള്ളത് മുണ്ടശ്ശേരിയുടെ കൃതിയാണ്. ജീവിതത്തിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ അത് KP രാമൻ ഉണ്ണിയുടെ നോവലാണ്. ഇനി പ്രയാണം, ദൈവത്തിൻ്റെ വികൃതികൾ, ദന്തഗോപുരത്തിലേക്ക് വീണ്ടും. പ്രയാണം എന്നുള്ള കൃതിയും അതുപോലെ തന്നെ ദന്തഗോപുരത്തിലേക്ക് വീണ്ടും എന്ന് പറഞ്ഞ കൃതിയും നിരൂപണമാണ്. പക്ഷേ ദൈവത്തിൻ്റെ വികൃതികൾ നോവലാണ്, അത് M. മുകുന്ദൻ്റെ നോവലാണ്. രാജാങ്കണം, നിണമണിഞ്ഞ കാൽപ്പാടുകൾ, ഛത്രവും ചാമരവും. കാളിദാസ കൃതികളെക്കുറിച്ചുണ്ടായിട്ടുള്ള പഠനമാണ് ഛത്രവും ചാമരവും. രാജാങ്കണവും ഈ പറഞ്ഞതുപോലെ വിമർശന കൃതിയാണ്. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന് പറയുന്നത് അത് നോവലാണ്.
അന്ധനായ ദൈവം, മരുഭൂമികൾ പൂക്കുമ്പോൾ, അപ്പുവിൻ്റെ അന്വേഷണം എന്നിവയാണ് ഇവിടെ വിമർശന ഗ്രന്ഥങ്ങളിൽ വരുന്നത്. ഇതിൽ അന്ധനായ ദൈവം മലയാള നോവലിൻ്റെ 100 വർഷങ്ങളാണ്. പി കെ രാജശേഖരൻ്റെ പുസ്തകമാണ്. മരുഭൂമികൾ പൂക്കുമ്പോൾ എം.എൻ. വിജയൻ്റെ വിമർശന ഗ്രന്ഥമാണ്. അതുപോലെ അപ്പുവിൻ്റെ അന്വേഷണം സി രാധാകൃഷ്ണൻ്റെ നോവലുകളെക്കുറിച്ച് എം ലീലാവതി പഠിച്ചിട്ടുള്ള പഠനമാണ്. അടുത്ത ചോദ്യം, കേരളം വ്യവസായ അനന്തര സമൂഹമായി വികാസം പ്രാപിച്ചിട്ടില്ലാത്തതിനാൽ ഇവിടെ ഉത്തരാധുനികതയോ ഉത്തരാധുനികം എന്ന് വിശേഷിപ്പിക്കാവുന്ന സാഹിത്യകൃതികളോ ഇല്ല എന്ന് നിരീക്ഷണം ആരുടേതാണ്? കേരളം വ്യവസായാനന്തര സമൂഹമായി വികാസം പ്രാപിച്ചിട്ടില്ലാത്തതിനാൽ ഇവിടെ ഉത്തരാധുനികതയോ ഉത്തരാധുനികം എന്ന് വിശേഷിപ്പിക്കാവുന്ന സാഹിത്യകൃതികളോ ഇല്ല എന്നുള്ള നിരീക്ഷണം ആരുടേത്? കെ പി അപ്പൻ, സി ബി സുധാകരൻ, വി സി ശ്രീജൻ, പി പവിത്രൻ. ഉത്തരം വി സി ശ്രീജനാണ്. വി സി ശ്രീജൻ. അടുത്ത ചോദ്യം, ആദ്യമായി പുസ്തക രൂപത്തിൽ പുറത്തു വന്ന ഉപന്യാസ സമാഹാരം ഏത്? ഓപ്ഷൻ എ ചിരിയും ചിന്തയും ഇ വി കൃഷ്ണപിള്ള. ഓപ്ഷൻ ബി മൂർക്കോത്ത് കുമാരൻ്റെ കുതിരമഹായോഗം. ഓപ്ഷൻ സി ആർ ഈശ്വരപിള്ളയുടെ ചിന്താസന്ധാനം. ഓപ്ഷൻ ഡി കൊച്ചി രാമവർമ്മ അപ്പൻ തമ്പുരാൻ പ്രസാധനം ചെയ്ത ഗദ്യമാലിക. ചിരിയും ചിന്തയും ഇ വി കൃഷ്ണപിള്ള എഴുതിയതാണോ, മൂർക്കോത്ത് കുമാരൻ്റെ കുതിരമഹായോഗമാണോ, ആർ ഈശ്വരപിള്ളയുടെ ചിന്താസന്ധാനമാണോ, കൊച്ചി രാമവർമ്മ അപ്പൻ തമ്പുരാൻ പ്രസാദനം ചെയ്ത ഗദ്യമാലികയാണോ ആദ്യമായിട്ട് പുസ്തക രൂപത്തിൽ പുറത്തു വന്ന ഉപന്യാസ സമാഹാരം എന്നതാണ് ചോദ്യം. റിപ്പീറ്റഡ് ചോദ്യമാണ്. ഇത് ഗദ്യമാലികയാണ്. കൊച്ചി രാമവർമ്മ അപ്പൻ തമ്പുരാൻ പ്രസാദനം ചെയ്ത ഗദ്യമാലികയാണ്. അടുത്ത ചോദ്യം, സമകാല ചെറുകഥയിലെ പ്രധാനപ്പെട്ട ഉത്തരാധുനിക പ്രവണതകൾ ഏതൊക്കെ? സമകാല ചെറുകഥയിലെ പ്രധാനപ്പെട്ട ഉത്തരാധുനികത പ്രവണതകൾ ഏതൊക്കെ? ഫെമിനിസവും ദളിതവബോധവും മാത്രം, മാധ്യമാവബോധവും സാംസ്കാരിക അധിനിവേശത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും മാത്രം, ഭാവത്തേക്കാൾ രൂപത്തിന് നൽകുന്ന പ്രാധാന്യം, ഫെമിനിസവും ദളിത അവബോധവും മാധ്യമാവബോധവും സാംസ്കാരിക അധിനിവേശത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും. ഇവിടെ സമകാല ചെറുകഥയിലെ പ്രധാനപ്പെട്ട ഉത്തരാധുനിക പ്രവണതകളാണ് ചോദിച്ചത്. ഫെമിനിസവും ദളിത അവബോധവും മാത്രമാണോ ശരി, അതോ മാധ്യമാവബോധവും സാംസ്കാരിക അധിനിവേശത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും മാത്രമാണോ, ഭാവത്തേക്കാൾ രൂപത്തിന് നൽകുന്ന പ്രാധാന്യമാണോ? അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഇത് വായിച്ചു നോക്കുമ്പോൾ, ഇതിൻ്റെ ഓപ്ഷനുകൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ 2 പോയിൻറ്റും വന്നിരിക്കുന്നത് ഡി എന്നുള്ള ഓപ്ഷനിലാണ്. ഫെമിനിസവും ദളിത അവബോധവും മാധ്യമ അവബോധവും സാംസ്കാരിക അധിനിവേശത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും, അതാണ് ഉത്തരമായിട്ട് വരിക. ഉത്തരം ഡി ആണ് പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഭാഷയിലെ വ്യാഖ്യാന പ്രസ്ഥാനത്തെ പോഷിപ്പിക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനും അത്യന്തം പ്രയോജനപ്പെടുന്ന ഒന്ന് എന്ന് വടക്കുംകൂർ രാജരാജവർമ്മ വിശേഷിപ്പിച്ച വ്യാഖ്യാനമേത്? ഭാഷയിലെ വ്യാഖ്യാന പ്രസ്ഥാനത്തെ പോഷിപ്പിക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനും അത്യന്തം പ്രയോജനപ്പെടുന്ന ഒന്ന് എന്ന് വടക്കുംകൂർ രാജരാജവർമ്മ വിശേഷിപ്പിച്ച വ്യാഖ്യാനം ഏത്? പ്രാഞ്ജലി, ഭാഷാനൈഷധം ചമ്പുവിനുണ്ടായിട്ടുള്ള പ്രാഞ്ജലി, നളചരിതത്തിനുണ്ടായിട്ടുള്ള കാന്താര താരകം, രസിക കൗതുകം നളചരിതത്തിനുണ്ടായിട്ടുള്ളതാണ്, ഭാവദീപം ഭാരതം ചമ്പുവിനുണ്ടായിട്ടുള്ളത്. ഇവിടെ ഉത്തരം വരുന്നത് പ്രാഞ്ജലി വ്യാഖ്യാനമാണ്. ഭാഷാനൈഷധം ചമ്പുവിനുണ്ടായിരിക്കുന്ന പ്രാഞ്ജലി വ്യാഖ്യാനം എഴുതിയത് പാട്ടത്തിൽ പത്മനാഭ മേനോനാണ്. കാന്താര താരകം നളചരിതത്തിന് എഴുതിയിരിക്കുന്നത് AR ആണ്. രസിക കൗതുകം എഴുതിയിരിക്കുന്നത് MH ശാസ്ത്രികളാണ്. അപ്പോൾ ഇവിടെ ഉത്തരം പ്രാഞ്ജലിയാണ്. വടക്കുംകൂറാണ് അതിനെക്കുറിച്ചിങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അടുത്ത ചോദ്യം, മലയാള ഗദ്യത്തിൻ്റെ വികാസത്തിന് കേരളവർമ്മ ചെയ്തത്? ഗദ്യമാലിക പോലുള്ള ലേഖന സമാഹാരങ്ങളുടെ പ്രസാധനം, വിദ്യാർത്ഥികൾക്ക് പ്രഭാഷണ മത്സരങ്ങളും പ്രോത്സാഹനങ്ങളും, വിവിധ വിജ്ഞാന മേഖലകളിലെ അറിവുകൾ പരിഭാഷയിലൂടെ പരിചയപ്പെടുത്തി, മലയാള അധ്യയനം സുഗമമാക്കാൻ ഇംഗ്ലീഷിൽ മാർഗനിർദ്ദേശ ഗ്രന്ഥങ്ങൾ തയ്യാറാക്കി. ഇവിടെ ഗദ്യമാലിക പോലുള്ള ലേഖന സമാഹാരങ്ങളുടെ പ്രസാധനം ചെയ്തത്
നേരത്തെ പറഞ്ഞല്ലോ കൊച്ചി രാമവർമ്മ അപ്പൻ തമ്പുരാൻ്റെ പ്രസാദനത്തിൽ വന്നതാണ്. അപ്പോൾ അത് പ്രസാദനം നടത്തിയത് കേരളവർമ്മയൊക്കെ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒന്നാമത്തെ ഒരു കാരണം അല്ലെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യമായിട്ട് നമുക്ക് എടുക്കാം. മറ്റൊന്ന്, വിദ്യാർത്ഥികൾക്ക് പ്രഭാഷണ മത്സരങ്ങളും പ്രോത്സാഹനവും കൊടുത്തു. അതുപോലെ തന്നെ വിവിധ വിജ്ഞാന മേഖലകളിലെ അറിവുകൾ പരിഭാഷയിലൂടെ പരിചയപ്പെടുത്തി. അതുകൂടാതെ ഇതിനകത്ത് ഈ ഓപ്ഷനിൽ കൊടുക്കാത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട്. പാഠപുസ്തക കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് തിരുവിതാംകൂറിലെ പാഠപുസ്തക കമ്മിറ്റി ആരംഭിക്കുകയുണ്ടായി. ആദ്യം അണ്ണാജി രാജയായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. പിന്നീട് കേരളവർമ്മ അതിൻ്റെ അധ്യക്ഷനായി മാറുകയും അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പാഠപുസ്തകങ്ങളുടെ നിർമ്മാണമായിരുന്നു. അതിനുവേണ്ടി അവർ കൂടുതൽ വിദ്യാവിലാസിനിയിലൂടെ കൂടുതൽ പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ അതുകൂടി ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് പഠിക്കാവുന്നത് ആണ്. MP പോളിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. MP പോളിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ. ഒരുപാട് തവണ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതിനെക്കുറിച്ച്. ശമ്പളം വെട്ടിക്കുറച്ചതിൻ്റെ പേരിൽ അധ്യാപക വൃത്തി രാജിവെച്ചു. ശമ്പളം വെട്ടിക്കുറച്ചതിൻ്റെ പേരിൽ അധ്യാപക വൃത്തി രാജിവെച്ചു. ഓപ്ഷൻ ബി, ജീവിതാവസാനം വരെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനവുമായി യോജിച്ച് പ്രവർത്തിച്ചു. സി, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം രൂപീകരിക്കാൻ പ്രവർത്തിച്ചു. ഡി, പാശ്ചാത്യ സാഹിത്യ രൂപങ്ങളെക്കുറിച്ചുള്ള ലക്ഷണ ഗ്രന്ഥങ്ങൾ മലയാളത്തിൽ അവതരിപ്പിച്ചു. ഇതിൽ ഉത്തരം വരുന്നത് എയും സിയും ഡിയും ആണ്. ഒരു കോട്ടയം സമ്മേളനത്തോടുകൂടി പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൽ നിന്നും പോള് രാജിവെക്കുകയാണ് ചെയ്തത്. അതിനോട് ചേർന്ന് പ്രവർത്തിച്ചിട്ടേ ഇല്ല പിന്നീട്. അതുകൊണ്ട് ബി തെറ്റാണ്. ശമ്പളം വെട്ടിക്കുറച്ചതിൻ്റെ പേരിൽ അധ്യാപക വൃത്തി രാജിവെച്ചു എന്നുള്ളത് ശരിയാണ്. പിന്നീട് പാരലൽ കോളേജായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. അവിടുത്തെ അധ്യാപകനായിരുന്നു സി ജെ തോമസ്. സാഹിത്യ പ്രവർത്തന സഹകരണ സംഘം രൂപീകരിക്കാനും പ്രവർത്തിച്ചു, ശരിയാണ്. പാശ്ചാത്യ സാഹിത്യ രൂപങ്ങളെക്കുറിച്ചുള്ള ലക്ഷണ ഗ്രന്ഥങ്ങൾ മലയാളത്തിൽ അവതരിപ്പിച്ചു, ശരിയാണ്. അടുത്ത ചോദ്യം ചേരുംപടിയാണ്. പട്ടിക 1 സംസ്കാരത്തിൻ്റെ രാഷ്ട്രീയം, അനുഭൂതികളുടെ ചരിത്ര ജീവിതം, ജനനിബിഡമായ ദന്തഗോപുരം, സംസ്കാരവും വിമർശനവും. പട്ടിക 2 ബി രാജീവൻ, SS ശ്രീകുമാർ, PP രവീന്ദ്രൻ, സച്ചിദാനന്ദൻ, സുനിൽ P ഇളയിടം. ഇതിൻ്റെ ഉത്തരം വരിക സംസ്കാരത്തിൻ്റെ രാഷ്ട്രീയം എഴുതിയത് സച്ചിദാനന്ദനാണ്. അനുഭൂതികളുടെ ചരിത്ര ജീവിതം സുനിൽ P ഇളയിടം. ജനനിബിഡമായ ദന്തഗോപുരം ബി രാജീവനാണ്. സംസ്കാരവും വിമർശനവും SS ശ്രീകുമാറാണ്. അടുത്ത ചോദ്യം, ചണ്ഡാല ഭിക്ഷുകിയുടെ മേന്മയ്ക്ക് മറ്റൊരു കാരണം അതിൽ പല പഴയ ജനകീയ ശീലുകളും കവി ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞത്. ജനകീയ ശീലുകൾ എന്ന് പറഞ്ഞാൽ ഫോക്ക് ട്യൂൺസ് അത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കൊണ്ട് ചണ്ഡാല ഭിക്ഷുകിക്ക് മേന്മയുണ്ടായി എന്ന് പറഞ്ഞത് ആരാണ്? കേസരി എ ബാലകൃഷ്ണപിള്ള, ജോസഫ് മുണ്ടശ്ശേരി, കുട്ടിക്കൃഷ്ണ മാരാർ, MP പോൾ. ഉത്തരം കേസരി എ ബാലകൃഷ്ണപിള്ളയാണ്. കേസരി എ ബാലകൃഷ്ണപിള്ള. അടുത്ത ചോദ്യം, മലയാള നാടക നിരൂപണത്തിൻ്റെ തുടക്കമെന്ന് കരുതാവുന്ന ഭാഷാ നാടക പരിശോധന എന്ന ഗ്രന്ഥം എഴുതിയത്. മലയാള നാടക നിരൂപണത്തിൻ്റെ തുടക്കമെന്ന് കരുതാവുന്ന ഭാഷാ നാടക പരിശോധന എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? AD ഹരിശർമ്മ, C അന്തപ്പായി, K രാമകൃഷ്ണപിള്ള, CP അച്യുതമേനോൻ. ഉത്തരം C അന്തപ്പായി ആണ്. അടുത്ത ചോദ്യം, ബി രാജീവൻ്റേതല്ലാത്ത കൃതി. സ്വാതന്ത്ര്യത്തിൻ്റെ സമഗ്രത, മാർക്സിസവും ശാസ്ത്രവും, വാക്കുകളും വസ്തുതകളും, അർത്ഥരുചി. സ്വാതന്ത്ര്യത്തിൻ്റെ സമഗ്രത, മാർക്സിസവും ശാസ്ത്രവും, വാക്കുകളും വസ്തുതകളും, അർത്ഥരുചി. ഉത്തരം അർത്ഥരുചിയാണ്. MK സാനുമാഷിൻ്റെ കൃതിയാണത്. മറ്റു മൂന്നും ബി രാജീവൻ്റേതാണ്. അതിൻ്റെ കൂടെ
ജനനിബിഡമായ ദന്തഗോപുരം എന്നുള്ള കൃതിയൂടെ എഴുതി വയ്ക്കുക. അടുത്ത ചോദ്യം, ഈശ്വരനെ പോലും പുല്ലിംഗത്തിലാക്കിയിട്ടുള്ള പുരുഷനെ കൊണ്ട് സ്ത്രീയെ തൻ്റെ ഉപഭോഗ വിഭവങ്ങളിലൊന്നായി വെട്ടിക്കുറപ്പിച്ച ആ സാമൂഹിക നീതിയുടെ സൃഷ്ടി ഏത് കഥാപാത്രം? ആരുടെ വിലയിരുത്തൽ? ഈശ്വരനെ പോലും പുല്ലിംഗത്തിലാക്കിയിട്ടുള്ള പുരുഷനെ കൊണ്ട് സ്ത്രീയെ തൻ്റെ ഉപഭോഗ വിഭവങ്ങളിലൊന്നായി വെട്ടിക്കുറപ്പിച്ച ആ സാമൂഹിക നീതിയുടെ സൃഷ്ടി ഏത് കഥാപാത്രമാണ്? ആരുടെ വിലയിരുത്തലാണ്? ദുശ്ശള കുട്ടിക്കൃഷ്ണമാരാർ, ദമയന്തി AR രാജരാജവർമ്മ, ശകുന്തള ജോസഫ് മുണ്ടശ്ശേരി, സീത സുകുമാർ അഴീക്കോട്. ഇവിടെ ഉത്തരം വരുന്നത് ശകുന്തളയാണ്, ജോസഫ് മുണ്ടശ്ശേരി. അടുത്ത ചോദ്യം, സംസ്കൃത സാഹിത്യ മീമാംസയിലെ വിധി നിഷേധങ്ങളെ അങ്ങേയറ്റത്തെ യാഥാസ്ഥിതികത്വത്തോടുകൂടെ ഉരുവിട്ടുറപ്പിച്ച പണ്ഡിതന്മാരെ ഏറെ ക്ഷോഭിപ്പിച്ചു കളഞ്ഞു ഈ കൃതിയെന്ന് തോമസ് മാത്യു വിലയിരുത്തുന്നത് ജോസഫ് മുണ്ടശ്ശേരിയുടെ ഏത് കൃതിയെയാണ്? സംസ്കൃത സാഹിത്യ മീമാംസയിലെ വിധി നിഷേധങ്ങളെ അങ്ങേയറ്റത്തെ യാഥാസ്ഥിതികത്വത്തോടുകൂടെ ഉരുവിട്ടുറപ്പിച്ച പണ്ഡിതന്മാരെ ഏറെ ശോഭിപ്പിച്ചു കളഞ്ഞു ഈ കൃതിയെന്ന് തോമസ് മാത്യു വിലയിരുത്തുന്നത് മുണ്ടശ്ശേരിയുടെ ഏത് കൃതിയാണ്? കാലത്തിൻ്റെ കണ്ണാടി, മാറ്റൊലി, കാവ്യപീഠിക, അന്തരീക്ഷം. ഉത്തരം മാറ്റൊലിയാണ്. ഉത്തരം മാറ്റൊലി. മാറ്റൊലി എന്ന കൃതിയിൽ പഠന വിധേയമാക്കുന്നത് ഏതൊക്കെ കാവ്യങ്ങളെയാണെന്ന് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. മാറ്റൊലിയിൽ കുമാരനാശാൻ്റെ കരുണ, ഉള്ളൂരിൻ്റെ പിങ്കള, വള്ളത്തോളിൻ്റെ മഗ്ദലന മറിയം, ഈ 3 കൃതികളാണ് മാറ്റൊലിയിൽ പഠന വിധേയമാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ നിരൂപണ വിധേയമാക്കിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, യുവകവി എന്ന ബിരുദം ഒരു കായംകുളം വാളാണ് എന്ന് പറഞ്ഞത്? യുവകവി എന്ന ബിരുദം ഒരു കായംകുളം വാളാണ് എന്ന് പറഞ്ഞത് കേസരി A ബാലകൃഷ്ണപിള്ള, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, ജോസഫ് മുണ്ടശ്ശേരി, സുകുമാർ അഴീക്കോട്. ഉത്തരം കേസരി A ബാലകൃഷ്ണപിള്ള. അടുത്ത ചോദ്യം, കുട്ടിക്കൃഷ്ണമാരാരുമായി ബന്ധപ്പെട്ടാണ്. കുട്ടിക്കൃഷ്ണമാരാർ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തെ ആവേശത്തോടെ സ്വാഗതം ചെയ്തു. പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തെ അതിരൂക്ഷമായി എതിർത്തു. കല ആധ്യാത്മികമാകണമെന്ന് വാദിച്ചു. കല പ്രാദേശികതയുടെ ഉല്ലംഘനമാണെന്ന് വാദിച്ചു. ഇതിൽ ഒരേ ഒരു ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തെ അതിരൂക്ഷമായി എതിർത്തു. അടുത്ത ചോദ്യം, ഛത്രവും ചാമരവും എന്ന MP ശങ്കുണ്ണി നായരുടെ കൃതി ഒരു നാടക പഠനമാണ്, ആശാൻ കവിതാ പഠനമാണ്, കാളിദാസ കവിതാ പഠനമാണ്, ആധുനിക കവിതാ പഠനമാണ്? ഉത്തരം കാളിദാസ കവിതാ പഠനമാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ ശൈലീവിജ്ഞാനീയ മാതൃക അവലംബിച്ച് എഴുതിയ കൃതി ഏത്? പേനയുടെ സമരമുഖങ്ങൾ, വായനയുടെ ഉപനിഷത്ത്, കവിയുടെ കലാതന്ത്രം, ഒറ്റയാന്മാരുടെ വഴി? ഉത്തരം കവിയുടെ കലാതന്ത്രമാണ്. കവിയുടെ കലാതന്ത്രം ദേശമംഗലം രാമകൃഷ്ണനാണ്. പേനയുടെ സമരമുഖങ്ങൾ എഴുതിയിരിക്കുന്നത് KP അപ്പനാണ്. വായനയുടെ ഉപനിഷത്ത് എഴുതിയത് ബാലചന്ദ്രൻ വടക്കേടത്താണ്. അദ്ദേഹം ഈ അടുത്തിടെ നിര്യാതനായി. ഒറ്റയാന്മാരുടെ വഴി വത്സലൻ വാതുശ്ശേരിയാണ്. അടുത്ത ചോദ്യം ചേരുംപടിയാണ്. പട്ടിക 1 കവിതയുടെ ഉത്തരകാലം, ഉത്തരാധുനിക കവിതാ പഠനങ്ങൾ, മലയാള കവിത ആധുനികാനന്തരം, ആധുനികത മലയാള കവിതയിൽ. പട്ടിക 2 N അജയകുമാർ, MS പോൾ, PK രാജശേഖരൻ, CR പ്രസാദ്, N പ്രഭാകരൻ എന്നിവരെയാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം കവിതയുടെ ഉത്തരകാലം എഴുതിയത് PK രാജശേഖരനാണ്. ഉത്തരാധുനിക കവിതാ പഠനങ്ങൾ MS പോൾ, മലയാള കവിത ആധുനികാനന്തരം CR പ്രസാദ്, ആധുനികത മലയാള കവിതയിൽ N അജയകുമാർ. അടുത്ത ചോദ്യം, കേരള പാണിനീയത്തിന് ആദ്യകാലത്ത് വിദ്യാവിനോദിനിയിൽ നിരൂപണങ്ങളും വിമർശനങ്ങളും എഴുതിയവരുടെ ഗണം.
കേരള പാണിനീയത്തിന് ആദ്യകാലത്ത് വിദ്യാവിനോദിനിയിൽ നിരൂപണങ്ങളും വിമർശനങ്ങളും എഴുതിയവർ. കാത്യായനും കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനും, പതഞ്ജലിയും കോവുണ്ണി നെടുങ്ങാടിയും, കാത്യായനും പതഞ്ജലിയും കെ കൃഷ്ണമേനോനും, പാച്ചുമൂത്തതും ജോർജ് മാത്തനും. ഇവിടെ ഉത്തരം വരുന്നത് കാത്യായനൻ, പതഞ്ജലി, കെ കൃഷ്ണമേനോൻ എന്നിവരെയാണ്. അവരാണ് കേരള പാണിനീയത്തിന് ആദ്യകാലത്ത് നിരൂപണവും വിമർശനവും തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചത്. അടുത്ത ചോദ്യം ചേരുംപടിയാണ്. വിമർശകൻ്റെ കാഴ്ചകൾ, കവിതയുടെ ഗ്രാമങ്ങൾ, അർത്ഥാന്തരന്യാസം, ഇടപെടലുകൾ. പട്ടിക 2 VC ശ്രീജൻ, PP രവീന്ദ്രൻ, ബാലചന്ദ്രൻ വടക്കേടത്ത്, EP രാജഗോപാലൻ, EV രാമകൃഷ്ണൻ. ഇതിൽ വിമർശകൻ്റെ കാഴ്ചകൾ എഴുതിയിരിക്കുന്നത് ബാലചന്ദ്രൻ വടക്കേടത്താണ്. കവിതയുടെ ഗ്രാമങ്ങൾ EP രാജഗോപാലൻ്റേതാണ്. അർത്ഥാന്തരന്യാസം VC ശ്രീജൻ, ഇടപെടലുകൾ PP രവീന്ദ്രൻ. അടുത്ത ചോദ്യം. ഭാഷയിലെ മഹാകാവ്യങ്ങളെ നിരൂപണം ചെയ്തപ്പോൾ ഈ വക കാവ്യങ്ങൾ കാണുമ്പോൾ ചില പഴയ ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും നടന്നു വരാറുള്ള നെടുങ്കുതിര കെട്ടിയെടുപ്പാണ് ഓർമ്മയിൽ വരുന്നത് എന്ന് വിമർശിച്ചത്. ഭാഷയിലെ മഹാകാവ്യങ്ങളെ നിരൂപണം ചെയ്തപ്പോൾ ഈ വക കാവ്യങ്ങൾ കാണുമ്പോൾ ചില പഴയ ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും നടന്നു വരാറുള്ള നെടുങ്കുതിര കെട്ടിയെടുപ്പാണ് ഓർമ്മയിൽ വരുന്നത് എന്ന് വിമർശിച്ചത് കുമാരനാശാൻ, C അന്തപ്പായി, സാഹിത്യ പഞ്ചാനനൻ, കുട്ടിക്കൃഷ്ണ മാരാർ. ഉത്തരം കുമാരനാശാനാണ്. കുമാരനാശാൻ വള്ളത്തോളിൻ്റെ ചിത്രയോഗം എന്ന് പറഞ്ഞ മഹാകാവ്യത്തെക്കുറിച്ചാണ് ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം. മുണ്ടശ്ശേരിയുടെ മാറ്റൊലി ഏതൊക്കെ കൃതികളുടെ വിമർശനമാണ്? കുറച്ചു മുമ്പ് ഞാൻ ആ ചോദ്യം വരുമെന്ന് പറഞ്ഞിരുന്നു. കരുണ, കണ്ണുനീർത്തുള്ളി, വാഴക്കുല, ശിഷ്യനും മകനും, ദുരവസ്ഥ, കർണഭൂഷണം, കൊച്ചുസീത, ചണ്ഡാല ഭിക്ഷുകി, ഉമാകേരളം, കരുണ, മഗ്ദലന മറിയം, പിങ്കള. ഉത്തരം കരുണ, മഗ്ദലന മറിയം, പിങ്കള എന്നിവയാണ്. അടുത്ത ചോദ്യം കാര്യകാരണമാണ്. മുണ്ടശ്ശേരി നിരൂപണത്തിൽ ഒരു നവഭാവുകത്വത്തിന് തുടക്കം കുറിച്ചു. കാരണം ഗ്രന്ഥപാണ്ഡിത്യ പുരസ്കൃതമായ രചനാവൈദഗ്ധ്യത്തെ വെല്ലുവിളിച്ചു. ഗ്രന്ഥപാണ്ഡിത്യ പുരസ്കൃതമായ രചനാവൈദഗ്ധ്യത്തെ വെല്ലുവിളിച്ചു. കാരണം 2 സംസ്കൃത സാഹിത്യ സിദ്ധാന്തങ്ങളെ സമ്പൂർണ്ണമായി തിരസ്കരിച്ചു. കാരണം 3 സാഹിത്യത്തിൻ്റെ ഭാവസംവേദനക്ഷമതയെ ബഹുമാനിച്ചു. കാരണം 4 ഭാവരൂപങ്ങളുടെ പരസ്പര ലയത്തെ വ്യാഖ്യാനിച്ചു. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് കാരണം എയും സിയും ഡിയുമാണ്. ഗ്രന്ഥപാണ്ഡിത്യ പുരസ്കൃതമായ രചനാവൈദഗ്ധ്യത്തെ വെല്ലുവിളിച്ചു, സാഹിത്യത്തിൻ്റെ ഭാവസംവേദനക്ഷമതയെ ബഹുമാനിച്ചു, ഭാവരൂപങ്ങളുടെ പരസ്പര ലയത്തെ വ്യാഖ്യാനിച്ചു എന്നിവയാണ് മുണ്ടശ്ശേരിയുമായിട്ട് ബന്ധപ്പെട്ട ഭാവുകത്വം എന്ന് പറയുന്നത് തുടക്കം കുറിച്ചു എന്നതിനുള്ള ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. കുപ്പിച്ചില്ല്, കുറ്റിച്ചൂല്, ചിരട്ടക്കയിൽ, പഴത്തൊലി, പുല്ല് എന്നിങ്ങനെയുള്ള നിസാര വിഷയങ്ങളെക്കുറിച്ച് ലഘു ഉപന്യാസങ്ങൾ എഴുതി ആ സമാഹാരത്തിന് ചവറ്റുകുട്ട എന്ന് പേരിട്ടത് ആരാണ്? കുപ്പിച്ചില്ല്, കുറ്റിച്ചൂല്, ചിരട്ടക്കയിൽ, പഴത്തൊലി, പുല്ല് എന്നിങ്ങനെയുള്ള നിസാര വിഷയങ്ങളെക്കുറിച്ച് ലഘു ഉപന്യാസങ്ങൾ എഴുതി സമാഹാരത്തിന് ചവറ്റുകുട്ട എന്ന് പേരിട്ടത് പുത്തേഴത്ത് രാമൻ മേനോൻ, MRB, MR നായർ, EM കോവൂർ. ഉത്തരം പുത്തേഴത്ത് രാമൻ മേനോനാണ്. പുത്തേഴത്ത് രാമൻ മേനോൻ. അടുത്ത ചോദ്യം ചേരുംപടിയാണ്. പട്ടിക 1 കുഞ്ചൻ നമ്പ്യാരും അദ്ദേഹത്തിൻ്റെ കൃതികളും, നമ്പ്യാരും തുള്ളൽ സാഹിത്യവും, കുഞ്ചൻ നമ്പ്യാർ വാക്കും സമൂഹവും, കുഞ്ചൻ നമ്പ്യാർ. പട്ടിക 2 ഏവൂർ പരമേശ്വരൻ, KN ഗണേഷ്, VS ശർമ്മ, N മുകുന്ദൻ, MR ബാലകൃഷ്ണ വാര്യർ. അപ്പോൾ ഇവിടെ ഉത്തരം കുഞ്ചൻ നമ്പ്യാരും അദ്ദേഹത്തിൻ്റെ കൃതികളും VS ശർമ്മയാണ്. കുഞ്ചൻ നമ്പ്യാരും തുള്ളൽ സാഹിത്യവും
അല്ലെ നമ്പ്യാരും തുള്ളൽ സാഹിത്യവും എന്നുള്ളത് ഏവൂർ പരമേശ്വരനാണ്. കുഞ്ചൻ നമ്പ്യാർ വാക്കും സമൂഹവും നേരത്തെ പറഞ്ഞിരുന്നു KN ഗണേഷാണ്. കുഞ്ചൻ നമ്പ്യാർ MR ബാലകൃഷ്ണ വാര്യരാണ്. അടുത്ത ചോദ്യം, നോവലിനെ അടിസ്ഥാനമാക്കി മലയാളത്തിലുണ്ടായ ആദ്യത്തെ വിമർശനമെന്ന് വിശേഷിപ്പിക്കാവുന്ന ആഖ്യായിക അല്ലെങ്കിൽ നോവൽ എന്ന ലേഖനത്തിൻ്റെ കർത്താവ് ആര്? നോവലിനെ അടിസ്ഥാനമാക്കി മലയാളത്തിലുണ്ടായ ആദ്യത്തെ വിമർശനമെന്ന് വിശേഷിപ്പിക്കാവുന്ന ആഖ്യായിക അല്ലെങ്കിൽ നോവൽ എന്ന ലേഖനത്തിൻ്റെ കർത്താവ് CP അച്യുതമേനോൻ, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ, K രാമകൃഷ്ണപിള്ള, മൂർക്കോത്ത് കുമാരൻ. ഉത്തരം വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ്. അടുത്ത ചോദ്യം ചേരുംപടിയാണ്. വിമർശകന്മാർ അറിഞ്ഞിരിക്കേണ്ട നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുകയും ആ നിർദ്ദേശങ്ങൾ അഭിജ്ഞാന ശാകുന്തളത്തെ വിമർശിച്ച് ഫലിപ്പിക്കുകയും ചെയ്ത വിമർശകനും പ്രബന്ധവും ഏത്? കേസരി ബാലകൃഷ്ണപിള്ള കഥയിലെ പുരോഗതി, കുമാരനാശാൻ ചിത്രയോഗ നിരൂപണം, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ നിരൂപണത്തിൻ്റെ മാതൃക, AR രാജരാജവർമ്മ നിരൂപണത്തിൻ്റെ മാതൃക. അപ്പോൾ ഇവിടെ നോക്കൂ, അഭിജ്ഞാന ശാകുന്തളത്തെ വിമർശിച്ച കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. കേസരിയുടെ കഥയിലെ പുരോഗതി അത് അല്ല. കുമാരനാശാൻ്റെ ചിത്രയോഗ നിരൂപണവും അല്ല. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ്റെ നിരൂപണത്തിൻ്റെ മാതൃക എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം ചേരുംപടിയാണ്. അനുഭവങ്ങളെ ആർക്കാണ് പേടി? പ്രതിവായനകൾ, ഹെർബേറിയം, വായനാ വിചാരം. പട്ടിക 2 ആശാ മേനോൻ, EV രാമകൃഷ്ണൻ, സുനിൽ P ഇളയിടം, VC ശ്രീജൻ, PP രവീന്ദ്രൻ എന്നിവരാണ് നൽകിയിരിക്കുന്നത്. അനുഭവങ്ങളെ ആർക്കാണ് പേടി EV രാമകൃഷ്ണൻ്റെ കൃതിയാണ്. പ്രതിവായനകൾ VC ശ്രീജൻ, ഹെർബേറിയം ആശാ മേനോൻ, വായനാ വിചാരം സുനിൽ P ഇളയിടം. അടുത്ത ചോദ്യം, ഏനൽ സ്വഭാവ ഘടകങ്ങൾ വൈലോപ്പിള്ളി കവിതയെ രൂപപ്പെടുത്തുന്നു എന്ന് നിരീക്ഷിച്ചത്? ഏനൽ സ്വഭാവ ഘടകങ്ങൾ വൈലോപ്പിള്ളി കവിതയെ രൂപപ്പെടുത്തുന്നു എന്ന് നിരീക്ഷിച്ചത് ആരാണ്? ഗന്ധം, സ്പർശം എന്നൊക്കെ വരുന്നതാണ് ഏനൽ സ്വഭാവ ഘടകങ്ങളിൽ വരുന്നത്. MN വിജയൻ, KP അപ്പൻ, ലീലാവതി, ആശാ മേനോൻ. ഉത്തരം MN വിജയനാണ്. ഉത്തരം MN വിജയൻ. അടുത്ത ചോദ്യം ചേരുംപടിയാണ്. ചെറുകഥയും ചിത്രകലയും, കഥ കാലം പോലെ, കഥ ആഖ്യാനവും അനുഭവസത്തയും, കഥാത്മകം. പട്ടിക 2 N പ്രഭാകരൻ, KP അപ്പൻ, N ശശിധരൻ, TR, KS രവികുമാർ. ചെറുകഥയും ചിത്രകലയും TR ആണ്. കഥ കാലം പോലെ N ശശിധരൻ്റെ കൃതിയാണ്. കഥ ആഖ്യാനവും അനുഭവസത്തയും KP അപ്പൻ, കഥാത്മകം N പ്രഭാകരൻ. അടുത്ത ചോദ്യം, നോവൽ സ്വരൂപം, നോവൽ, നോവലിസ്റ്റിൻ്റെ കാഴ്ചപ്പാടിൽ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താക്കൾ ആരാണ്? നോവൽ സ്വരൂപം, നോവൽ, നോവലിസ്റ്റിൻ്റെ കാഴ്ചപ്പാടിൽ K സുരേന്ദ്രനും TN ജയചന്ദ്രനും, K സുരേന്ദ്രനും കേശവദേവും, K അശോകനും K സുരേന്ദ്രനും, കേശവദേവും KP ശരത്ചന്ദ്രനും. ഉത്തരം നോവൽ സ്വരൂപം എഴുതിയത് K സുരേന്ദ്രനാണ്. നോവൽ, നോവലിസ്റ്റിൻ്റെ കാഴ്ചപ്പാടിൽ എന്നുള്ളത് എഴുതിയത് കേശവദേവാണ്. ബാക്കി ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം.